നമസ്കാരം. വീണ്ടും കലിപ്പിലായി ട്രംപ്. ഇറാനെ തീർക്കും. ഇറാനുമായിട്ടുള്ള കരാർ തുടരില്ലെന്ന് ട്രംപ്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കനൽ അണയ്ക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പാളിയിരിക്കുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പ്രമേയത്തിന് ഇറാൻ നൽകിയ മറുപടി പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ഇറാന്റെ പ്രതികരണം പൂർണ്ണമായിട്ട് വായിക്കാൻ പോലും തനിക്ക് തോന്നിയില്ല എന്നും അത്രമേൽ അസ്വീകാര്യമായിട്ട് നിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നും ട്രംപ് തുറന്നടിക്കുന്നു. ഇതോടെ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ പൂർണ്ണമായിട്ടും നിലയ്ക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അമേരിക്ക ഹോർമൂസ് കടലെടുക്ക് ഉപയോഗിക്കുമെന്നതിനാലാണ് അത് അടച്ചത് എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി വിശദീകരിക്കുകയും ചെയ്തു. ഇറാന് മേൽ അമേരിക്ക സൈനിക നടപടി തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇസ്മായിൽ ബഗാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ പാർക്ക് ചെയ്യാൻ രഹസ്യമായി അനുവദിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലടക്കം പുറത്തു വരുന്നു. ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമത്താവളത്തിലേക്കാണ് മാറ്റിയതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. റിപ്പോർട്ട് ശരിയാണ് എങ്കിൽ മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാന്റെ റോൾ പുനഃപരിശോധിക്കണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞിരിക്കുന്നു. അതേസമയം റിപ്പോർട്ട് പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുന്നു. നൂർഖാൻ വ്യോമതാവളം നഗരഹൃദയത്തിലാണ് എന്നും അവിടെ പാർക്ക് ചെയ്ത വിമാനങ്ങൾ പൊതുജനങ്ങൾക്കടക്കം കാണാമെന്നും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇറാൻ നൽകിയ മറുപടി ട്രംപ് തൽക്ഷണം നിരസിച്ചതോടെ 10 ആഴ്ചയായി തുടർന്ന സംഘർഷം നീണ്ടുപോകുമെന്നും ഹോർമൂസ് കടലെടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഇത് ബാധിക്കുമെന്നുള്ള ആശങ്കകൾ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ചർച്ചകൾ പുനരാരംഭിക്കുവാൻ US നിർദ്ദേശം നൽകി കഴിഞ്ഞിരുന്നു. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ തങ്ങളുടെ മറുപടി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇറാന്റെ പ്രധാന ആവശ്യം. യുദ്ധനഷ്ടപരിഹാരം നൽകുക, ഹോർമൂസ് കടലെടുക്കിലെ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുക, US ഏർപ്പെടുത്തിയ നാവിക ഉപരോധങ്ങളും നീക്കുക, ഇറാൻ എണ്ണ വിൽപ്പനയ്ക്കുള്ള വിലക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പക്കലുള്ള യുറേനിയം ശേഖരം US നൽകാൻ തയ്യാറാണ് എന്ന് അവകാശപ്പെട്ട ട്രംപ് അത് വീണ്ടെടുക്കാൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ശേഷിയുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട്. ലോകത്തിന്റെ ഇന്ധന സിരയായിട്ടുള്ള ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയത് ആഗോള വിപണിയെ തകർത്തിരുന്നു. ഇറാനുമായിട്ടുള്ള കരാർ ഇനി തുടരില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ സൈനിക നടപടികൾ വീണ്ടും ശക്തമാകുന്നുവെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിച്ചു നൽകാൻ കഴിയില്ല എന്നും അവർ തങ്ങളുടെ ആണവ പദ്ധതികളും ഭീകരപ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അമേരിക്കൻ ഭരണകൂടം ആവർത്തിച്ചു പറയുമ്പോഴും സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത നീക്കം എങ്ങോട്ടാകുമെന്ന ഭീതിയിലാണ് ലോകം. വീണ്ടും സത്യത്തിൽ കലിപ്പിലാവുകയാണ് ട്രംപ്. ഇറാനെ തീർക്കാതെ ഇനി ഉറക്കമില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക്. അപ്പോൾ ഇറാനുമായിട്ടുള്ള കരാർ തുടരില്ല എന്ന് ട്രംപ് വാദിക്കുമ്പോഴും സമാധാന ചർച്ചകൾ ഒരിടവും എത്താതെ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോവുകയാണോ എന്നുള്ളത് വല്ലാതെ ഭീതി കൂട്ടുന്നുണ്ട് ലോകത്തിന് എന്നുള്ളതാണ്. ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ അത് കഴിഞ്ഞ ഉടനെ വീണ്ടും യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ളത് ലോകത്തെ ആശങ്കയിലാക്കും.